ഹലോ ഫ്രണ്ട്സ്, ഓൾ ഇൻ ഓളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു എയർ കംപ്രസറാണ്. ഇരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ മോട്ടർ കൊണ്ടാണ്. കംപ്രസർ മോട്ടറാണ് ഫ്രിഡ്ജിൻ്റെ. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പഴയ ടാങ്കാണ്, ഗ്യാസ് ടാങ്കാണ്. പഴയ ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. അത് നേരത്തെ തന്നെ വെൽഡ് ചെയ്ത് വെച്ച് സെറ്റാക്കി ഉണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ബാക്കി എല്ലാ ഭാഗങ്ങളും നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മീറ്റർ, വീല്, ടാപ്പ് എല്ലാം. ഇതാണ് ആ മോട്ടർ, എയർ കംപ്രസറിൻ്റെ മോട്ടറാണിത്. മറ്റേ ഫ്രിഡ്ജിൻ്റെ മോട്ടറാണിത്. ഇത് വെച്ചാണ് നമ്മൾ എയർ കംപ്രസർ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് പെയിൻ്റ് അടിച്ചിട്ട് കാണാം. പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പെയിൻ്റ് അടിച്ചെടുത്തത്. അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അത്യാവശ്യം ഇതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സ്പ്രേ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാം. നമുക്ക് വീട്ടിലത്തെ ആവശ്യമായ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ സൈക്കിളിന് എയർ അടിക്കാം, ബൈക്കിനടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് എയർ കയറണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ, അരമുക്കാൽ മണിക്കൂറോളം പിടിക്കും. 130 വരെ PSI വരെ കയറും, പ്രഷറിൽ കയറിക്കോളും. അതിന് മേലെ കയറി കഴിഞ്ഞാൽ ഓവർ പ്രഷറായിട്ട് പുറത്തോട്ട് എയർ ലീക്കാവും. അപ്പോൾ 130, 140 ഇടയിലൊക്കെ നിൽക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സൈലൻ്റായിട്ട് പ്രവർത്തിക്കുള്ളൂ. ശബ്ദം തീരെ കുറവാണ്. ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട്. തീരെ ഒച്ചയില്ല, ശബ്ദം ഉണ്ടാവില്ല. പ്രഷർ പതുക്കെ കയറുന്നുണ്ട്. കയറി 10ആയി, 20ആയി, അങ്ങനെ 30, 40 അങ്ങനെ പോയി. നോക്കാം എത്ര വരെ കയറി. ഇപ്പോൾ അത്യാവശ്യം 120 വരെ എയർ കയറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് സമയം എടുക്കും. ഞാൻ വീഡിയോ ഇത്തിരി ഫാസ്റ്റ് ആക്കുന്നുണ്ട്. അത്യാവശ്യം 70ആയി. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. 80ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു എയർ കംപ്രസറിൻ്റെ ലുക്കൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലൊക്കെ തന്നെയല്ലേ സാധാരണ ഉള്ളത്. ഇത്തിരി വലിപ്പം ഉണ്ടാവും. ഇതൊരു ചെറിയ ടാങ്കാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ വർക്കിംഗ് ആവും. 100 110 ഒരു 120 നിർത്താൻ തോന്നണം. ചിലപ്പോൾ കയറി കഴിഞ്ഞാൽ ലീക്കായാല ഓവർ ലീക്കിങ് ഒക്കെ പോകാൻ വേണ്ടിയുള്ള എല്ലാ സമയം ഇട്ടിട്ടുണ്ട്. വീല് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അടി കാണിച്ചത് അത് പ്രഷർ കയറുമ്പോൾ വെള്ളം ഉണ്ടാവും, നീരാവി ഉണ്ടാവും. ആ വെള്ളം അടിയിൽ കൂടെ തുറന്ന് കളയാൻ വേണ്ടിയാണ് അടിയിൽ ഒരു വാൽവ് പോലെ ഇട്ടേക്കണം. നമുക്ക് ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കാം. നമുക്കൊരു സൈക്കിളിനെ എയർ അടിച്ച് നോക്കാം. സൈക്കിൾ ഇപ്പോൾ ഫുള്ള് എയറിലാണ് നിൽക്കുന്നത്. അതിലോട്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം, എയർ അടിച്ച് നോക്കാം. ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്താണ്. ഒരു പമ്പിൻ്റെ വാൽവാണത്. അത് സെറ്റ് ചെയ്തെടുത്താണ്. ഇപ്പോൾ എയർ ഉണ്ട്, ഫുൾ എയറാണ്. തൽക്കാലം നമുക്കൊന്ന് അഴിച്ച് വിടാം. എയർ അഴിച്ച് വിട്ടിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എയർ കയറുന്നത് അറിയാൻ പറ്റുമല്ലോ. എയർ പതുക്കെ അഴിച്ച് വിടാം, എല്ലാം അഴിച്ച് വിടാം. തുറന്ന് കളയാം. ഞങ്ങളുടെ ഒരു ഫുള്ളും കളയാം. നമുക്ക് കളഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ എയർ പോയിട്ടുണ്ട്. ടയർ അമങ്ങുന്നുണ്ട്. നമുക്ക് തിരിച്ച് കൂട്ടിയിട്ട് എയർ അടിച്ച് നോക്കാം. എയർ കയറണുണ്ടെന്ന് നിങ്ങൾക്ക് കൂടി കാണാമല്ലോ. അതൊക്കെ പൂട്ടി വെച്ചിട്ട് നമുക്ക് എയർ അടിച്ച് നോക്കാം. അപ്പോൾ അതങ്ങോട്ട് കണക്ട് ചെയ്യാം. എയർ അടിക്കുന്നതിൻ്റെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് നേരെ ഇവിടെ നിന്ന് ഈ ടാപ്പ് വഴിയാണ് വന്നത്. അത് പതുക്കെ
അഡ്ജസ്റ്റ് ചെയ്ത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ അതനുസരിച്ച് എയർ കയറുന്നുണ്ട്. പ്രഷർ ഓവറായിട്ട് തുറക്കരുത്. ഓവറായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എയർ നിറഞ്ഞ് ട്യൂബ് പൊട്ടാൻ സാധ്യതയുണ്ട്. എയർ അത്യാവശ്യം കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പൂട്ടാം. പൂട്ടിക്കഴിഞ്ഞിട്ട് എയർ കയറിയാൽ നമുക്ക് ചെക്ക് ചെയ്യാമല്ലേ. അത്യാവശ്യം കയറിയിട്ടുണ്ട്, എയർ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ ഊരാം. നമുക്ക് എയർ കയറിയിട്ടുണ്ട്. പിന്നെ അടുത്ത നിങ്ങൾ നോക്കാം, ബൂട്ടി വെക്കാം. നമുക്ക് സൈക്കിളിൻ്റെ ബൂട്ടിയിട്ട് അടുത്തത് നോക്കാം. നമുക്ക് നോസിൽ നമുക്ക് അഴിച്ചെടുക്കുക. അത് എയർ അടിക്കാൻ വേണ്ടി റെഡിയാക്കി എടുത്താണ്, ഞാൻ തന്നെ റെഡിയാക്കി എടുത്താണ്. ഒരു പമ്പിൽ നിന്ന് എടുത്താണ്. അതായത് ഞങ്ങൾക്ക് സ്പ്രേ പെയിൻ്റെ ഗണ്ണ് ഒന്ന് പൂട്ടി വെക്കാം. ഗണ്ണ് ഞാൻ ഇതിനു വേണ്ടി വാങ്ങിച്ചാണ്. അതുമേ കണക്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ. അപ്പം അതിനോട് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് കൂടി കാണാമല്ലോ വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന്. നമുക്ക് പെയിൻ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പെയിൻ്റ് ഇല്ല, പെയിൻറ്റിന് പകരം വേറെ ഒരു ഇതാണ് ചെയ്യാൻ പോണത്. വെള്ളം എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു നോക്കാം. വെള്ളം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പ്രേ ആവും. പെയിൻറ്റിന് പകരം പെയിൻറ്റ് തീർന്നു പോയി. പെയിൻറ്റ് ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് കടയിൽ പോയി മേടിക്കാൻ കിട്ടൂല. പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൂട്ടിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. ഒന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് നോക്കാം. നോസിലൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് നോക്കാം. ചെറിയ ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ആ വെള്ളം സ്പ്രേ ചെയ്യണമുണ്ട്. അതുപോലെയാണ് പെയിൻറ്റ് സ്പ്രേ ആണത്. അപ്പോൾ അതുകൊണ്ട് വർക്കായിക്കോളും. ഇപ്പോൾ എത്ര 120 വരെ ഞാൻ അതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരു കറക്റ്റായിട്ട് സമയം ചെക്ക് ചെയ്തിട്ടില്ല. 10 മിനിറ്റോളം കണ്ടിന്യൂ ആയിട്ട് വർക്കാവും തോന്നണം. അത് കഴിഞ്ഞിട്ട് നേരെ പ്ലഗിൽ തന്നെ കുത്തിക്കഴിഞ്ഞാൽ വീണ്ടും കയറിക്കോളും. പിന്നെ ഇതുപോലെ സ്പ്രേ ചെയ്യണ സമയത്ത് നേരെ പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിക്കനുസരിച്ച് എയർ തീരുന്നനുസരിച്ച് കയറിക്കോളും. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. എയർ പുറത്തോട്ട് പോകുമ്പോൾ കുറയണത് കാണിച്ചു തരാം. ഇപ്പോൾ അടിക്കുമ്പോൾ കുറയുന്നുണ്ട്, കുറഞ്ഞുണ്ട്. 50, 40 അങ്ങനെ കുറഞ്ഞ് ഇതാകും, തീരും. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എയർ നമ്മൾ പുറത്തോട്ട് പോകുന്നതനുസരിച്ച് എയർ കയറിക്കോളും, കയറിക്കോളും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് എയർ കംപ്രസർ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. See you all.